കൊച്ചിയിലേക്ക് പോകാം. സിബി ജോസഫ് ഉണ്ട് മധ്യ കേരളത്തിലെ വിശദാംശങ്ങളുമായി. സിബി, എറണാകുളം എന്താണ് സംസാരിക്കുന്നത്? ഒപ്പം ഇന്ന് അവിടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച പ്രമുഖരാരൊക്കെ? വിനീഷ, മധ്യകേരളത്തിലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെയും ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇന്നിപ്പോൾ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനായിരുന്നു. വി ഡി സതീശൻ എന്ന അദ്ദേഹം പറവൂരിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പറവൂർ അഡീഷണൽ തഹസിൽദാർ മുമ്പാകെയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. പ്ലാച്ചിമട സമരസമിതി നേതാക്കളാണ് വി ഡി സതീശന് കെട്ടിവെക്കാനുള്ള തുക നൽകിയതെന്ന പ്രത്യേകത കൂടിയുണ്ട്. അതുകൂടാതെ ഇത് പറവൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയായ കൂടി അന്ന് ഇവിടെ ഇന്ന് എൻ ഡി എ സ്ഥാനാർത്ഥിയും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. വത്സല പ്രസന്നകുമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. അതുകൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലം പെരുമ്പാവൂരാണ്. പെരുമ്പാവൂർ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ മനോജ് മൂത്തരൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മനോജ് മൂത്തരനൊപ്പം തന്നെ എൽദോസ് പി കുന്നപ്പിള്ളിയും ബെന്നി ബെഹ്നാൻ എം പിയൊക്കെ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ കുന്നത്തനാട് തഹസിൽദാർക്ക് മുൻപാകെയാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. അതുകൂടാതെ മൂവാറ്റുപുഴയിൽ മാത്യു കൂൾനാടൻ, എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ എൻ അരുൺ എന്നിവരും പത്രിക സമർപ്പിച്ചു. തൃക്കാക്കരയിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ഉമാ തോമസും വൈപ്പിനിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായ ടോണി ചമ്മണയും ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. 3 സ്വതന്ത്രന്മാർ ഉൾപ്പെടെ 29 പേരായിരുന്നു കഴിഞ്ഞ ദിവസം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഇന്ന് ഇപ്പോൾ അവസാന കണക്കുകൾ കൂടി ലഭ്യമാകാറുണ്ട്. നമുക്ക് ഇതുവരെ ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ച് കൂടുതൽ വലിയ റിബലുകൾ സ്ഥാനാർത്ഥികൾക്കില്ല എന്നുള്ളതാണ് നമുക്ക് ആദ്യ ദിനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും നമുക്കറിയാം, ഏറ്റവും ചുരുങ്ങിയ സമയം മാത്രമായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ വേണ്ടി എല്ലാ മുന്നണികൾക്കും ലഭിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കൂടി ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസര തീയതിയും കഴിഞ്ഞിരിക്കുന്നു. എല്ലാ പ്രമുഖരും തന്നെയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇനി കോട്ടയം ജില്ലയിലേക്ക് പോയാൽ കോട്ടയത്ത് പ്രമുഖ മുന്നണി സ്ഥാനാർത്ഥികളെല്ലാം തന്നെയും ബാക്കിയുള്ളവരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇതിൽ ഏറ്റുമാനൂരിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വി എൻ വാസവനും യു ഡി എഫ് സ്ഥാനാർത്ഥി നാട്ടകം സുരേഷും നോമിനേഷൻ നൽകി. അതുകൂടാതെ പാലായിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ ജോസ് കെ മാണിയും കോട്ടയം മണ്ഡലത്തിലെ യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും സ്ഥാനാർത്ഥികളായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും കെ അനിൽകുമാറും പത്രിക നൽകി. കാഞ്ഞിരപ്പള്ളിയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി റോണി കെ ബേബിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. തൃശ്ശൂർക്ക് പോയാൽ തൃശ്ശൂരിൽ വലിയ വിവാദങ്ങൾക്കിടെ ഗുരുവായൂരിലെ എൻ ഡി എ സ്ഥാനാർത്ഥി ബി ജെ പി നേതാവായ ബി ഗോപാലകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം വലിയ ആരോപണമൊന്നുമില്ലാതെ കാറിലെത്തി വളരെ സൈലന്റായി എത്തി അദ്ദേഹം ഒരു പ്രകടനവുമൊന്നുമില്ലാതെ വളരെ സൈലന്റായി കാറിലെത്തി അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് മടങ്ങുകയായിരുന്നു. നമുക്കറിയാം, വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ടൊക്കെ ചില കേസുകളും പരാതിയും നിലനിന്നിരുന്നു. എന്തായാലും അദ്ദേഹം ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൊടുങ്ങല്ലൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഒ ജെ ജനീഷ് കൊടുങ്ങല്ലൂർ താലൂക്ക് ഓഫീസിൽ ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. മറ്റൊന്ന് ആലപ്പുഴയിലേക്ക് പോയാൽ ആലപ്പുഴയിലെയും പ്രമുഖരെല്ലാം നിലയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. കായംകുളം മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എം ലിജു, ആലപ്പുഴ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി എ ഡി തോമസ്, കായംകുളം എൻ ഡി എ സ്ഥാനാർത്ഥി തമ്പി മെട്ടുതറ എന്നിവരും ഇന്നിപ്പോൾ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാവരും തന്നെ ബാക്കിയുള്ള എല്ലാവരും ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൽ ആരൊക്കെ റിബലായി വരുന്നുണ്ട്, ആരൊക്കെ ഡെമ്മി സ്ഥാനത്തിലെല്ലാം തന്നെ നമുക്ക് ഇന്ന് വൈകിട്ടോടെ ചിത്രം വ്യക്തമാകും. വ്യാഴാഴ്ചയോടെ എല്ലാ മണ്ഡലങ്ങളിലെയും ചിത്രം പൂർണ്ണമായും വ്യക്തമാകുകയും ചെയ്യും. പൊതുവെ എറണാകുളം ജില്ല നോക്കുമ്പോൾ നമുക്കറിയാം 2020 എൻ ഡി എയുടെ പ്രവേശന ശേഷം 2020 ഒരു വലിയ ഫാക്റ്റാകുന്ന മണ്ഡലമായി എറണാകുളം മാറിയിരിക്കുന്നു. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ വിവിധ 4-5 മണ്ഡലങ്ങളിൽ കൃത്യമായ കുന്നത്തനാട്, തൃപ്പൂണിത്തുറ മണ്ഡലങ്ങളിൽ കൃത്യമായി ഒരു ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലമായി മത്സരം നടക്കുന്ന ചില മണ്ഡലങ്ങളാണ് ഈ കുന്നത്തനാടും തൃപ്പൂണിത്തുറയൊക്കെ. അതൊക്കെ അവിടെയൊക്കെ തന്നെ മത്സരത്തിന്റെ അല്ലെങ്കിൽ ഒരു ഫലം പ്രവചനാതീതമായി മാറിയിരിക്കുന്നു. 2020 സംബന്ധിച്ച് എൻ ഡി എയിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം അത് എത്രത്തോളം തിരിച്ചടിയാകുമോ, ഗുണം ചെയ്യുമോ, ന്യൂനപക്ഷ വോട്ടുകൾ അവിടെ ആർക്കൊക്കെ പോയി, ആരൊക്കെ വീഴും, ആരൊക്കെ വാഴുമെന്ന് അടക്കമുള്ള കാര്യങ്ങളെല്ലാം നിലയും ഇനിയിപ്പോൾ വരുന്ന 10-15 ദിവസങ്ങളിലെ പ്രചരണവും അതിനുശേഷമുള്ള വോട്ടെടുപ്പുകളും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും 2020 സംബന്ധിച്ചുള്ള എൻ ഡി എ പ്രവേശനമൊക്കെ ഇതിലേറെ നിർണായകമാണ് എറണാകുളം ജില്ലയെ സംബന്ധിച്ച്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വി ഡി സതീശൻ അടക്കമുള്ള നേതാക്കൾ ഈ പറഞ്ഞതുപോലെ തന്നെ ഓരോ പക്ഷവും, അതായത് യു ഡി എഫിനും ബി ജെ പി തമ്മിൽ ബന്ധമുണ്ടെന്ന് സി പി എം ആരോപിക്കുന്നു. അതോടൊപ്പം തന്നെ സി പി എമ്മും ബി ജെ പി തമ്മിൽ ബന്ധമുണ്ടെന്ന് യു ഡി എഫും ആരോപിക്കുന്ന രീതിയിലേക്കൊക്കെ ഒരു ഡീൽ അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെയും പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. അങ്ങനെ എന്തായാലും പ്രചരണം ശക്തമായിരിക്കുകയാണ്. എല്ലാ മുന്നണികളും ഇപ്പോൾ ഒരു മണ്ഡലം കൺവെൻഷനിലേക്ക് മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളായി ഇപ്പോൾ എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും മണ്ഡലം കൺവെൻഷനിൽ വിവിധ നേതാക്കൾ, പ്രാദേശിക നേതാക്കളും ദേശീയ നേതാക്കൾ അടക്കമെല്ലാം നിലയും ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ട് ഓരോ മണ്ഡലങ്ങളിലും ശക്തമായ പ്രചരണം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വിനീഷ.